എന്തായാലും ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. ഇത് നിലമ്പൂർ ജയിച്ച് അടുത്ത നിയമസഭയിലേക്ക് ഒരു മൂന്നാം ഊഴം LDF വീണ്ടും വരും എന്നൊക്കെയാണ് പറയുന്നത്. മറുഭാഗത്ത് 100 സീറ്റ് UDF നേടി അധികാരത്തിൽ വീണ്ടും തിരിച്ചെത്തും എന്ന് UDFും പ്രതീക്ഷ വയ്ക്കുന്നു. എങ്ങനെയാണ് UDFിൻ്റെ ഒരു പ്രതീക്ഷ? ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം. കാരണം ജനങ്ങളുടെ ഭൂരിപക്ഷം ഇപ്പം തന്നെ ഞങ്ങൾക്കുണ്ട്. ജനങ്ങളുടെ ഭൂരിപക്ഷം നന്നായിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഉണ്ട്. അതിപ്പോൾ ബൈ ഇലക്ഷനിൽ പാലക്കാട്ട് കണ്ടില്ലേ, നടന്ന എല്ലാ ബൈ ഇലക്ഷനിലും കണ്ടില്ലേ, വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലേ. എന്നാലും ഇവർ വിടില്ല. ഞങ്ങൾക്ക് ഭൂരിപക്ഷം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതവർ പറഞ്ഞ് പഠിച്ച ഭാഷയുടെ പ്രത്യേകത കൊണ്ടാണ്. അതല്ലാതെ കേരളത്തിൻ്റെ കാലസ്ഥിതി അതല്ല. ഈ ഭരണവിരുദ്ധ വികാരം കൊണ്ട് മാത്രം UDF മുന്നിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കുകയാണോ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കോൺഗ്രസ്സിലെ ചില അസ്വാരസ്യങ്ങൾ നമ്മൾ വാർത്തകൾ തള്ളിക്കളഞ്ഞാലും കെ സുധാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? കെ സുധാകരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരായിട്ട് എന്ത് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അത് നമ്മൾ വ്യാഖ്യാനിക്കുകയാണ്. നമ്മളുടെ വ്യാഖ്യാനം ഇത് കോൺഗ്രസിനെ ഉന്നം വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് കെ സുധാകരൻ കോൺഗ്രസിനെ കുറിച്ച് മോശമായി പറഞ്ഞ ഒറ്റ വാക്ക് പറ. അല്ല, ചില നേതാക്കൾ എനിക്കെതിരെ പ്രവർത്തിച്ചു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ജനറലൈസ് ചെയ്ത കാര്യമല്ലേ. അതെന്താ ഏതാണെന്നുള്ളത് നമ്മൾ തിരക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് കെ സുധാകരനെതിരായി പറഞ്ഞ എന്ത് കേസാണ്? ഒന്നുമില്ല. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറല്ലേ, അദ്ദേഹം KPCC പ്രസിഡൻ്റായിട്ട് ദീർഘകാലം ഇരുന്ന ആളല്ലേ. അപ്പോൾ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തെ അദ്ദേഹം തള്ളിപ്പറഞ്ഞ ഒരു കാര്യമില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നാൽ ചില അസംതൃപ്തി അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ട് എന്നല്ലേ? ഒരു ജനാധിപത്യ പാർട്ടിക്കകത്ത് 100% സംതൃപ്തി എല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇല്ല. ഞാൻ ആ അസാധ്യതയെക്കുറിച്ചല്ല, എന്നോട് സ്പെസിഫിക്കായിട്ട് ശ്രീ കെ സുധാകരൻ്റെ കാര്യം ചോദിച്ചു. ശ്രീ കെ സുധാകരൻ ഒരിക്കൽ പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പരസ്യമായി തള്ളി പറഞ്ഞ ഒരൊറ്റ ഇൻസ്റ്റൻസ് പോലും ഇല്ല. അതേസമയം ഓരോ പാർട്ടിക്കകത്ത് തർക്കം വരെ, മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് തർക്കമില്ലേ? ആ തർക്കങ്ങൾ എത്രയോ കാര്യങ്ങൾ നമ്മുടെ പുറത്ത് വന്നിട്ടുണ്ട്. ഞങ്ങളാരും ഇത് പറയുന്നില്ലല്ലോ. തീർച്ചയായും അത് ഞങ്ങൾക്ക് നാവില്ലാത്തത് കൊണ്ടോ വൊക്കാബുലറിയിൽ വേർഡ്സ് ഇല്ലാത്തത് കൊണ്ടോ അല്ലല്ലോ. ഞങ്ങൾ നിൽക്കുന്ന വേറൊരു പ്രതലത്തിലാണ്. ഞങ്ങൾ കേരളത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗത്തിന് ഞങ്ങൾ യുദ്ധഭൂമിയിൽ നിൽക്കുകയാണ്. ഞങ്ങൾ അവിടുന്ന് മാറുന്ന പ്രശ്നമില്ല. അതെ, സാർ പറഞ്ഞ പോലെ യുദ്ധഭൂമിയിൽ നിൽക്കുമ്പോൾ കൂടുതൽ കരുത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ കോട്ടയത്ത് നിന്ന് സംസാരിക്കുമ്പോൾ പഴയ മാണി സാറിന് ഒപ്പം കൂട്ടാനുള്ള പദ്ധതി വല്ല ആ രീതിയിലുള്ള ചർച്ചകൾ വല്ലോ? അതൊക്കെ ഏതായാലും ഈ നിലമ്പൂർ ഇലക്ഷനെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ. അല്ല, നിലമ്പൂർ ഇലക്ഷൻ ഞങ്ങളൊരു മുന്നണിക്കകത്ത് നിന്നു. ആ മുന്നണിയുടെ നേതൃത്വം തീരുമാനിച്ച ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി. കോൺഗ്രസ് ഹൈക്കമാൻഡ് അതിനകത്ത് കൈപ്പത്തി ചിഹ്നം കൊടുത്തു. ആ അധ്യായം അവസാനിച്ചു. UDF വിപുലീകരണം ഉണ്ടാകുമോ എന്നുള്ളത്. അതേസമയം ഇപ്പുറത്തെ മാർക്സിസ്റ്റ് പാർട്ടി വേറൊരു ഭാഗത്ത് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ആ ഇലക്ഷൻ കഴിയട്ടെ. ആ ഇലക്ഷൻ കഴിയുമ്പോഴല്ലേ നമുക്ക് മറ്റു കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുക. ഇപ്പം നമ്മൾ നിൽക്കുന്നൊരു അജണ്ടയുണ്ട്. അത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ടേബിളിൽ ഞങ്ങൾ ചീട്ടിറക്കിയിരിക്കുകയാണ്. ഇനിയിപ്പം ഞങ്ങളുടെ റിസൾട്ട് വരട്ടെ, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യും. ഈ കോട്ടയത്തെ കോൺഗ്രസിൻ്റെ ഒരു മുഖങ്ങൾ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സാറും തിരുവഞ്ചൂരൊക്കെയാണ്. ഈ ഒരു ചാണ്ടി ഉമ്മൻ ഈ പറഞ്ഞ പോലെ ഷാഫി പറമ്പലിനെ പോലെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ അത്ര കണ്ട് സംഘടനാ തലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പരിഗണന പലപ്പോഴും കിട്ടുന്നില്ല എന്നൊരു വിമർശനം ഉയരുന്നു. ഞാൻ ഈ യുവ നേതാക്കന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കുന്ന പണിക്ക് ഞാനില്ല. ചാണ്ടിയുമ്പോൾ ഞങ്ങൾക്കൊരു സഹോദരൻ്റെ മകനോടുള്ള വാത്സല്യവും സ്നേഹവും താല്പര്യമുള്ള വ്യക്തിയാണ്. മറ്റവർ കുറച്ചുകൂടെ വേറൊരു തലത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ ഈ യുവജന നേതാക്കന്മാരെ പരസ്പരം തെറ്റിക്കാനായിട്ട് നിൽക്കുന്നതേയില്ല. അവർ യോജിച്ച് മുന്നോട്ട് പോകട്ടെ എന്നുള്ള അഭിപ്രായമാണ്. ഇത് ചാണ്ടി ഉമ്മൻ ഉയർന്നു വരാനുള്ള സാധ്യത തന്നെയാണ്. ഉറപ്പല്ലേ? അങ്ങനെ വരണം. നമ്മൾ വിവാദങ്ങളും രാഷ്ട്രീയമൊക്കെ വിട്ടുകഴിഞ്ഞാൽ കോട്ടയത്തിൻ്റെ ഒരു വികസനം അതിലേക്ക് വന്നു കഴിഞ്ഞാൽ സാറും കോട്ടയവും തമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാക്കേണ്ട കാര്യമില്ല. എങ്കിലും പറയാം, മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ച് എൻ്റെ നാട് ഇവിടെയല്ല, ഇവിടെ വന്ന് കണ്ടപ്പോൾ ഒരു പ്രതിപക്ഷ MLA ആയതുകൊണ്ടാണോ പലപ്പോഴും വികസനത്തിനൊരു മുരടിപ്പ് കോട്ടയത്തുണ്ടാകുന്നത്? കോട്ടയത്ത് വികസനത്തിൻ്റെ മുരടിപ്പല്ല, കോട്ടയത്ത് ഗവൺമെൻറ്റിൻ്റെ വികലമായ നടപടികളാണ്.
ഞങ്ങൾ ഇട്ടുവന്ന പദ്ധതിയുണ്ട്. വികസനത്തിൻ്റെ മുരളിപ്പുണ്ടായിരുന്നതിൽ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ താഴോട്ട് പോകണം. 2010 നമ്മളുടെ കോട്ടയത്തുണ്ടായിരുന്ന വികസനത്തെക്കാൾ താഴോട്ട് പോയിട്ടില്ലല്ലോ. അത് ഈ കോട്ടയം കണ്ട എല്ലാവർക്കും അറിയാം. പുതിയ റോഡുകളായി, പുതിയ പാലങ്ങളായി, പുതിയ അവന്യൂസായി, എല്ലാ സാഹചര്യങ്ങളുണ്ടായി. നമ്മൾ മുന്നോട്ട് പോയി. ഗവൺമെൻറ് മാറിയപ്പോൾ സ്റ്റോപ്പ് മെമ്മോ കാണിച്ചു. അതവരിങ്ങനെ നിൽക്കുകയാണ്. അവരുടെ സ്വഭാവത്തിനൊരു മാറ്റം വന്നാൽ മതി, പ്രശ്നം മാറി. കാരണം ഇവിടെ പ്രോഗ്രാം ഇല്ലാത്തത് കൊണ്ടല്ലോ, വർക്ക് ആരംഭിക്കാത്തത് കൊണ്ടല്ലോ. ആരംഭിച്ച വർക്കുകൾ തന്നെ ചവിട്ടി നിർത്തിയിട്ടുണ്ട്. അതെനിക്ക് മാത്രമല്ല, കേരളത്തിൻ്റെ പല നിയോജക മണ്ഡലത്തിലുമുണ്ട്. പ്രതിപക്ഷ MLAമാർ നിൽക്കുന്ന പല നിയോജക മണ്ഡലത്തിലുമുണ്ട്. ഭരണം ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് മാത്രം ഫണ്ട് ഷെയർ ചെയ്യുന്ന ഒരു മെഷീനായി നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് മാറിയതിലാണ് ഞങ്ങളുടെ ദുഃഖം. ഈ ഗവൺമെൻറ് ജനാധിപത്യപരമാകണം. മുഖ്യമന്ത്രി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. കേന്ദ്ര പണത്തിൻ്റെ അലോട്ട്മെൻറ്റ് വരുമ്പോൾ കേരളത്തിനൊന്നും തരുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ പരാതി കറക്റ്റാണ്. ആണെങ്കിൽ ഞങ്ങളും നിൽക്കാം. അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, ഞങ്ങൾ ഈ കേരളം ഇന്ത്യയുടെ ഭാഗമല്ലെന്ന്. എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളതാണ്, ഞങ്ങൾ ഈ കോട്ടയം കേരളത്തിൻ്റെ ഭാഗമല്ലേ? കേരളത്തിൻ്റെ ഉണ്ടാകുന്ന സമ്പത്തിൻ്റെ ഒരു ഷെയർ കിട്ടാൻ ഞങ്ങൾക്കുമില്ലേ? ഏതാണ്ട് 3 ലക്ഷത്തിലധികം രൂപ ബജറ്റ് അവതരിപ്പിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ എന്തിനാണ് തടഞ്ഞു നിർത്തുന്നത്? ഞങ്ങൾക്കെന്താ ഒരു ചെറിയ ശതമാനം പോലും തരാത്തത്? ഞങ്ങൾ എന്തിനാണ് മനഃപൂർവ്വമായിട്ട് വെള്ളം കുടിപ്പിക്കുന്നത്? ബോധപൂർവമായി ചവിട്ടിത്താട്ടാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? ഞങ്ങൾ ഈ നാട്ടുകാരല്ലേ? അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, ഞങ്ങളും കേരളത്തിൻ്റെ ഭാഗമല്ലേ? ഈ ആകാശപാതയെക്കുറിച്ച് പലപ്പോഴും ഞാൻ നിയമസഭാ റിപ്പോർട്ടിങ്ങിനൊക്കെ വന്ന സമയത്ത് സാറിനെ പലരും നിയമസഭയിൽ വെച്ച് പോലും മറ്റ് ആളുകൾ MLAമാരൊക്കെ തമാശയാക്കുന്നത് കേട്ടിട്ടുണ്ട്. ഈ ആകാശപാതയ്ക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഇനി ഏത് തരത്തിലുള്ളൊരു നീക്കമാണ് വേണ്ടത്? വേറെ ഒന്നും വേണ്ട. ഹൈക്കോടതിയുടെ ഉത്തരവ് ഈ ഗവൺമെൻറ് അംഗീകരിച്ചാൽ മതി, അത് നടപ്പാക്കിയാൽ മതി. എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഹൈക്കോടതി ഉത്തരവ്. ആ ഹൈക്കോടതിയുടെ ഡയറക്ഷൻ ഈ ഗവൺമെൻറ് പാലിച്ചാൽ മതി. എന്തുകൊണ്ട് പാലിക്കുന്നില്ല? അത് പാലിച്ചാൽ മതിയല്ലോ. ഹൈക്കോടതി ഉത്തരവ് വന്നതിന് ശേഷം ഗവൺമെൻറ് അവിടെ കൊണ്ട് എഴുതി കൊടുത്തു, ഞങ്ങൾ നയപരമായി ഇതിൽ നിന്ന് മാറുകയാണെന്ന്. ഉത്തരവ് വന്നതിന് ശേഷം നയം മാറുന്ന ഏർപ്പാടുണ്ടോ? അതൊന്നും ഏർപ്പാടാണ്. ഹൈക്കോടതിയുടെ ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട്. ആ ഉത്തരവനുസരിച്ച് ഗവൺമെൻറ് ചെയ്യാൻ ബാധ്യസ്ഥമാണ്. അത് ചെയ്യുന്നതിന് പകരം എന്തു ചെയ്തു? ഏതോ ചില കുബുദ്ധികൾ പറഞ്ഞു കൊടുത്തു, ഞങ്ങൾ നയപരമായി മാറുകയാണെന്ന് പറഞ്ഞു. എന്ത് നയമാണ് മാറുന്നത്? ഹൈക്കോടതി ഉത്തരവിന് ശേഷം നയം മാറാൻ പറ്റുമോ? അങ്ങനെ മാറുന്നത് ശരിയാണോ? അപ്പോൾ ബോധപൂർവമായി ഇത് നടത്തിക്കില്ല, ഇല്ല, ഇത് നടത്തിക്കില്ല എന്നൊരു പിടിവാശിയാണ്. ഇത് നടത്തിക്കില്ല എന്നുള്ളതാണ്. നടത്തിക്കണോ വേണ്ടോ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ. ജനങ്ങൾ തീരുമാനിച്ചാൽ ഇതിനേക്കാൾ അപ്പുറത്തുള്ളത് നടക്കും. അത് ഞങ്ങൾക്കറിയാം. അത് ഞാൻ ജനങ്ങൾക്ക് വിടുകയാണ്. ജനങ്ങൾക്ക് തീരുമാനിക്കും. കോട്ടയത്ത് എത്തുന്ന ഒരാൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെയ്തു വെച്ചതാണ് എന്നും പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പണിയായിരിക്കുമോ? അതെ, അവരുടെ ഞാൻ പറയും, ഓരോ ആളുകളുടെ മാനസികാവസ്ഥ സാഡിസ്റ്റുകളുണ്ട്. അവർക്ക് മനുഷ്യൻ്റെ സന്തോഷമല്ല, അവരുടെ കണ്ണീര് കാണുന്നത് സന്തോഷം. അങ്ങനെയുള്ള ആളുകൾ ഒത്തിരി ഉണ്ട്. പൊളിറ്റിക്സിൽ ആ മാതിരി സ്വഭാവമുള്ള ഒത്തിരി പേരുണ്ട്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ടോട്ടൽ സ്വഭാവമായിട്ട് ഞാൻ പറയുന്നില്ല. ആ പാർട്ടിയിലെ തന്നെ എത്രയോ ആളുകൾ ഈ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം അവരാ പാർട്ടി മാറിയതല്ല, അവരാ പാർട്ടിക്കകത്ത് തന്നെ നിൽക്കുകയാണ്. ആ പാർട്ടിയിലെ അടിയുറച്ച് നിൽക്കുന്ന ഇതിൻ്റെ സ്ഥാപക നേതാക്കളിൽ അത്രയും പാരമ്പര്യമുള്ള ആളുകളുണ്ട്. പക്ഷേ ചില ആളുകൾ പുത്തൻ ന്യൂ ജനറേഷനിൽപ്പെട്ട ചുരുക്കം ചില ആളുകൾ ഇതവിടെ മുക്കിയിരിക്കട്ടെ, ഇത് മുക്കിയാൽ അത് അത്രയും ഗുണം എന്ന് ആലോചിക്കുന്നവരുണ്ടാകാം. തീർച്ചയായും ഏറ്റവും ഭംഗിയായി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത ഒരു വ്യക്തിപരമായി ഞാൻ അങ്ങനെയാണ് പറയാം ഒരു മന്ത്രി എന്ന നിലയിൽ. TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പിന് അല്ലെങ്കിൽ നമ്മുടെ പോലീസിന് എത്ര മാർക്ക് കൊടുക്കും? എനിക്ക് മാർക്കിടുന്നതില്ല. അവരുടെ ഔട്ട്പുട്ട് പൂർണ്ണമായി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഉത്തരവുകൾ പാലിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ആ ഉത്തരവാണ് പ്രശ്നം. ആ ഉത്തരവ് കൊടുക്കുന്ന ആളാണ്. ആ ഉത്തരവ് കൊടുക്കുന്ന ആളുകൾ, ആ ഉത്തരവ് നടപ്പാക്കുന്ന പോലീസുകാരെ നമ്മളെന്തിനാ മാർക്കിട്ട് തരത്തിരിക്കാൻ ശ്രമിക്കുന്നത്? ആ ഉത്തരവിടുന്നവരാണ്. പോലീസുകാരോട് പറയാം നിങ്ങൾ ഇന്നത് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ പോലീസുകാരൻ അതല്ലേ ചെയ്യാൻ പറ്റൂ? അതിന് വിരുദ്ധമായി ചെയ്യാൻ പറ്റുമോ?
അതുകൊണ്ട് കേരളത്തിലെ 74,000 പോലീസുകാരും മോശക്കാരാണ് എന്ന അഭിപ്രായമുണ്ടോ? ഇല്ല, എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഈ ഉത്തരവിടുന്ന ഒരു വീരനുണ്ടാവും. തീർച്ചയായും അയാൾ ചെയ്ത പ്രവർത്തനത്തിനുള്ള മാർക്ക് അവർക്ക് കൊടുത്താൽ മതി. ഇവരെ ഈ പാവങ്ങളെ എന്തിനകത്ത് നമ്മൾ കൂട്ടിക്കെട്ടുന്നത്? തീർച്ചയായും എന്തായാലും വിവിധ തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. വളരെയേറെ നന്ദി.